സ്റ്റീൽ ബിൽഡിംഗ് ഉണ്ടാവും, RCC ബിൽഡിംഗ് ഉണ്ടാവും, പ്രീകാസ്റ്റ് ബിൽഡിംഗ് ഉണ്ടാവും, പ്രീ എഞ്ചിനീയർഡ് ബിൽഡിംഗ്സ് ഉണ്ടാവും. അതുകൂടാതെ റോഡ്സ് ഉണ്ടാവും, ഡാംസ് ഉണ്ടാവും, ഇറിഗേഷൻ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ഉണ്ടാവും, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ഉണ്ടാവും. അങ്ങനെ പല 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 ഇതിനകത്ത് സ്ട്രക്ചറൽ എഞ്ചിനീയറിന് വർക്ക് ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു പാഷൻ അനുസരിച്ചാണ് ഏത് ഫീൽഡിലേക്ക് മാറണമെന്ന് വിചാരിക്കുന്നത്. ബേസിക്കലി നമ്മളൊരു സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കാം ഒരു ബിൽഡിംഗ് എന്നൊക്കെ ആയിരിക്കും. അത് മാത്രമല്ല, നമ്മളെ റോഡ്സ്, റെയിൽവേസ്, എയർപോർട്ട്സ് തുടങ്ങി അങ്ങനെയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾക്കും ഡിസൈൻ ചെയ്യാൻ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഒരു ഹ്യൂമൻ കംഫർട്ട് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ ആയിട്ട് വരുന്നത്? ഹ്യൂമൻ കംഫർട്ട് വളരെ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്ത് കൊടുത്തു, ആ ബിൽഡിങ്ങിനകത്ത് ഒരു ആൾ നടക്കുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുവാണെങ്കിൽ അയാൾക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഇല്ല, ഇത് സേഫ് അല്ല എന്നുള്ള ഫീലിംഗ്, അത് ഒഴിവാക്കിയിട്ട് ചെയ്യുന്നത് വളരെ നിർബന്ധമാണ്. അതാണ് ഞാൻ സർവീസബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത്. ബേസിക്കലി നമ്മൾ 12th കഴിയുമ്പോൾ എൻട്രൻസ് എഴുതുന്നു. എൻട്രൻസ് എഴുതി കഴിയുമ്പോൾ അതിന് റാങ്കിനനുസരിച്ച് ഒരു എഞ്ചിനീയറിംഗ് താല്പര്യമുള്ളവർക്ക് ഏത് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഏതാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യും. എന്നെ സംബന്ധിച്ച് എനിക്ക് ചെറുപ്പം മുതലേ ബിൽഡിംഗ് ഡിസൈനുകളൊക്കെ വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തു. അതിനുശേഷം സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിന്റെ തന്നെ പല ടൈപ്പ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെയാണ്. അപ്പൊ എന്റെ ബേസിക്കലി എന്റെ ഒരു പാഷൻ എന്തിനാ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോ സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയിരുന്നത് എനിക്ക് ഡിസൈൻ അനാലിസിസ് പാടിനകത്തായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഒരു സ്പെഷ്യലൈസേഷൻ ആയിട്ട് ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. നമുക്കൊരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്ത ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർക്ക് ഒരു 2 lakh CTC നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് അത് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് ഡെഫിനറ്റ്ലി നല്ലൊരു ഹൈ സ്കെയിലിലേക്ക് പോകുന്നതാണ്. മോർണിംഗ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അബ്ദുൽ ആണ്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ 10+ years ഓഫ് എക്സ്പീരിയൻസ് ആണ് അബ്ദുലിനുള്ളത്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് അബ്ദുലുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ അബ്ദുൽ. ഹായ്. ഓക്കെ, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ചെറുതായിട്ട് വാട്ട് സിവിൽ എഞ്ചിനീയറിംഗ് അതിനെ കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റും? സിവിൽ എഞ്ചിനീയറിംഗ് ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ് സിവിൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മളൊരു സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഡിസൈൻ ഇൻവോൾവ് ചെയ്യും, കൺസ്ട്രക്ഷൻ ഇൻവോൾവ് ചെയ്യും, മെയിൻ്റനൻസ് ഇൻവോൾവ് ചെയ്യും. അങ്ങനെ വളരെ വാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽഡാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സിവിൽ എഞ്ചിനീയറിംഗിൽ പല ടൈപ്പ് പ്രൊഫഷൻസ് ഉണ്ട്. ഇപ്പോൾ അതിന്റെ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞതാണ് സ്ട്രക്ചറൽ, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ഹൈവേ എഞ്ചിനീയറിംഗ്, അങ്ങനെ പല സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് ഒരു നല്ല പ്രൊഫഷനാണ്. അതിനകത്ത് നമുക്ക് ഡിസൈൻ, എക്സിക്യൂഷൻ, മെയിൻ്റനൻസ് അങ്ങനെ പല ഫീൽഡും കൂടി എല്ലാം കൂടി ക്ലബ് ചെയ്ത് വരുന്ന ഒരു ഓവറോൾ ഇതിനാണ് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുക. അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗിൽ തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്താണ്? അതിൽ എന്തൊക്കെ തരം വർക്ക്സ് ആണ് വരുന്നത്? സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർലി നമ്മൾ അതിലൊരു ഫീസിബിലിറ്റി സ്റ്റഡി, ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് പ്രൊജക്ട് എക്സിക്യൂഷൻ ആവും എന്ന് ഉറപ്പ് വരുന്ന ഒരു ഫീൽഡിൽ വരുന്ന ഒരു എക്സ്പെർട്ട് ആണ് സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരിക്കും ആ ഒരു ബിൽഡിംഗ് ഏത് രീതിയിൽ ഡിസൈൻ ചെയ്താൽ കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ വരും, അതേപോലെ തന്നെ സ്ട്രെങ്ത് ഉണ്ടാവും, അതേപോലെ തന്നെ സർവീസബിലിറ്റി, അതായത് നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, അതായത് അതിന്റെ ഡിഫ്ലക്ഷൻ ലിമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ഒരു ബിൽഡിങ്ങിന്റെ സൈസ് ചെയ്യുന്നതും, അതായത് കോളം സൈസ്, ബീം സൈസ്, സ്ലാബ് സൈസ് തുടങ്ങിയ കാര്യങ്ങൾ, അതിന്റെ ഫൗണ്ടേഷൻസ് ഒക്കെ ഡിസൈൻ ചെയ്ത് തരുന്നത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരിക്കും. അതാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ബേസിക്കലി ചെയ്യുന്നത്. അതാണ്, അതായത് നമുക്കൊരു സ്ട്രെങ്ത് വൈസ്, സർവീസബിലിറ്റി വൈസ്, പിന്നെ ഒരു കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ, ഈ 3 ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ മെയിൻ ആയിട്ട് ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റേഷനിൽ റോൾ ആയിട്ട് വരുന്നത്. ഓക്കെ, എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സിലാണ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നത്? നമുക്ക് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ബിൽഡിങ്സ് ഉണ്ടാവും. അതായത് ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റീൽ ബിൽഡിംഗ് ഉണ്ടാവും, RCC ബിൽഡിംഗ് ഉണ്ടാവും, പ്രീകാസ്റ്റ് ബിൽഡിംഗ് ഉണ്ടാവും, പ്രീ എഞ്ചിനീയർഡ് ബിൽഡിങ്സ് ഉണ്ടാവും. അതുകൂടാതെ റോഡ്സ് ഉണ്ടാവും, ഡാംസ് ഉണ്ടാവും, ഇറിഗേഷൻ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ഉണ്ടാവും, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ഉണ്ടാവും. അങ്ങനെ പല പല ഇതിനകത്ത് സ്ട്രക്ചറൽ എഞ്ചിനീയറിന് വർക്ക് ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു പാഷൻ അനുസരിച്ചാണ് ഏത് ഫീൽഡിലേക്ക് മാറണമെന്ന് വിചാരിക്കുന്നത്. ബേസിക്കലി നമ്മളൊരു സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കാം ഒരു ബിൽഡിംഗ് എന്നൊക്കെ ആയിരിക്കും. അത് മാത്രമല്ല, നമ്മളെ റോഡ്സ്, റെയിൽവേസ്, എയർപോർട്ട്സ് തുടങ്ങി അങ്ങനെയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾക്കും ഡിസൈൻ ചെയ്യാൻ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ ആവശ്യമുണ്ട്.
സ്ട്രക്ചറൽ അനാലിസിസ് ആൻഡ് ഡിസൈനിലേക്ക് വരുമ്പോൾ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ റോൾ എന്താണ്? നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യുന്നത് അനാലിസിസ് ചെയ്തതിനു ശേഷമാണ്. അതായത് ഒരു ആ ബിൽഡിങ്ങിന്റെ ലൈഫ് എത്രയാണ്, എന്തൊക്കെ ടൈപ്സ് ലോഡ്സ് ആണ് അതിനകത്ത് വരിക എന്നൊക്കെ അനാലിസിസ് ചെയ്ത്, അതായത് ഇതിനെ സ്റ്റെപ്സ് എന്ന് പറയും. അതായത് നമ്മളിപ്പോ ഒരു മനുഷ്യൻ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു വാട്ടർ ടാങ്ക് വെച്ച് കഴിയുമ്പോൾ എത്രത്തേക്ക് ലോഡ്സ് ഉണ്ടാവും, ഈ ലോഡ്സ് മൂലം ബിൽഡിങ്ങിനകത്ത് എന്തൊത്തോളം ഇന്റേണൽ ഫോഴ്സസ് ഉണ്ടാവും. ആ ഇന്റേണൽ ഫോഴ്സിന്റെ എസ്റ്റിമേഷൻ ആണ് അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ഇന്റേണൽ ഫോഴ്സസിന്റെ എസ്റ്റിമേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഡിസൈൻ ചെയ്യുന്നത്. ഇത്ര ഒരു എക്സാമ്പിൾ ഇപ്പൊ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇത്ര ബെൻഡിങ് മൊമെന്റ് ഉണ്ട്, ഷിയർ ഫോഴ്സ് ഉണ്ട്, ടോർഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നോക്കി കഴിയുമ്പോൾ ആ ഒരു അത്രയും ഇന്റേണൽ ഫോഴ്സസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയ ഒരു മെമ്പറിന്റെ ഡിസൈൻ ആണ് പർട്ടിക്കുലർ സ്ട്രക്ചറൽ എഞ്ചിനീയർ ചെയ്യുന്നത്. അത് കൂടാതെ അതിന്റെ ഓവറോൾ സ്റ്റെബിലിറ്റി ഇഷ്യൂസും കൂടി സ്ട്രക്ചറൽ എഞ്ചിനീയർ കണക്കിലെടുത്തിട്ടാണ് ഒരു ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു ബീമിന്റെ അല്ലെങ്കിൽ ഒരു കോളത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ലാബിന്റെ സൈസ് ഫിക്സ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്ന കൺസേൺ എന്ന് പറയുന്നത്? നമ്മുടെ മെയിൻ കൺസേൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്ലാൻ കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഇനിഷ്യലി ഒരു കോളം ക്വസ്റ്റ്യൻ ഫ്രെയിമിംഗ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ആർക്കിടെക്ട് ഇന്ന ഒരു സ്ഥലത്ത് നമുക്ക് കോളം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവെന്ന് പറയും. അപ്പൊ അതൊരു ലോങ് സ്പാൻ ആവും. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരു മൂവ്മെന്റ് ഒരു ഡ്രോയിങ്സ് ഡിസ്കഷൻ കഴിയുമ്പോൾ വരുമ്പോഴാണ് നമുക്കൊരു ഫ്രീ പ്ലാൻ അല്ലെങ്കിൽ ഒരു ഫ്രീസ്ഡ് ഡ്രോയിങ് ആവുക. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് കൺസേൺ വരുന്നത് ഇതാണ്, ഈ മെമ്പർ സൈസിങ് ആണ് മെയിൻ ആയിട്ട് കൺസേൺ വരുന്നത്. കാരണം മെമ്പർ സൈസിങ് എന്ന് പറയുമ്പോൾ സ്പേസ് ഇപ്പോൾ വലിയൊരു കോളം സൈസ് വെക്കുവാണെങ്കിൽ അത്ര ഏരിയ കുറയും. അത് കൂടാതെ തന്നെ കോസ്റ്റ് കൂടാനുള്ള സാധ്യത എല്ലാം ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കോളം പൊസിഷൻ ആണ് മെയിൻ ആയിട്ട് ഒരു ആർക്കിടെക്ട് ആയിട്ട് വരുമ്പോൾ ഉള്ള ഒരു കൺസേൺ ആയിട്ട് വരുന്നത്. സ്ട്രക്ചറൽ എഞ്ചിനീയറും നമ്മുടെ ആർക്കിടെക്റ്റും തമ്മിൽ ഫോക്കസ് ഓഫ് വർക്കിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ആർക്കിടെക്ട്സ് മെയിൻലി എസ്തറ്റിക്സിലായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാലിറ്റി ആയിരിക്കും മെയിൻ ആയിട്ട് നോക്കുന്നുണ്ടാവുക. ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന നിലയ്ക്ക് നോക്കുന്നത് അതിന്റെ സ്ട്രെങ്ത്, സ്റ്റെബിലിറ്റി, പെർഫോമൻസ് ബേസ് ആയിരിക്കും. അതായത് ഫംഗ്ഷനലോ അല്ലെങ്കിൽ എസ്തറ്റിക്സോ റിക്വയർമെന്റ് അല്ല മെയിൻ ആയിട്ട് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ നോക്കുന്നത്. ആർക്കിടെക്ട്സ് അതിന്റെ എസ്തറ്റിക്സ്, ഫംഗ്ഷണൽ റിക്വയർമെന്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കും. സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരിക്കും അതിന്റെ സ്റ്റെബിലിറ്റി, എത്രത്തോളം ലോഡ്സ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും എന്നൊക്കെ തീരുമാനിച്ചിട്ടായിരിക്കും ആ ഒരു കോളം സൈസോ അല്ലെങ്കിൽ ഒരു ബീം സൈസോ ഫിക്സ് ചെയ്തിട്ട് ആർക്കിടെക്ട്സ് ആയിട്ടുള്ള മീറ്റിംഗ് അല്ലെങ്കിൽ കോർഡിനേഷൻ വഴിയായിരിക്കും ഒരു ഡ്രോയിങ്സ് ഇഷ്യൂ ചെയ്ത് പോകുന്നുണ്ടാവും സൈറ്റിലേക്ക്. ഓക്കെ, നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്ത സമയത്ത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ലോഡാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? നമുക്ക് അത് ഏരിയ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലോഡ്സ് കൺസിഡറേഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കേരളം എടുക്കുകയാണെങ്കിൽ ഇവിടെ വിൻഡ് സ്പീഡ്, ഇവിടുത്തെ എത്രത്തോളം സീസ്മിക് സോൺ ഉണ്ട് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബേസിക്കലി എല്ലാ ബിൽഡിങ്ങിലും വരുന്ന ഒരു ലോഡ്സ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ലോഡ്, അതായത് ആ ഒരു എലമെന്റിന്റെ സെൽഫ് വെയിറ്റ് ഇപ്പൊ അതുണ്ടാവും. പിന്നെ അത് കൂടാതെ അതിനകത്ത് ഉണ്ടാവുന്ന ഫിനിഷസ് ഉണ്ടാവും. അത് എന്ത് കാറ്റഗറി ഓഫ് ഒക്യുപ്പൻസിക്ക് വേണ്ടിയാണോ ആ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നത്, അതായത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ആവാം, ഫ്ലാറ്റ്സ് ആവാം, റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആവാം, അങ്ങനത്തെ ഉള്ളതിനനുസരിച്ച് അതിനകത്തൊരു ലൈവ് ലോഡ് എന്ന് പറയും. ആ ലൈവ് ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യണം. അത് കൂടാതെ വരുന്നത് ലൈവ് ലോഡ്, വിൻഡ് ലോഡാണ്. അതായത് നമ്മുടെ കോഡിനനുസരിച്ച് ഓരോ ഏരിയാസിനും ഇത്ര ബേസിക് വിൻഡ് സ്പീഡ് ഉണ്ടാവും. ആ ബേസിക് വിൻഡ് സ്പീഡിനനുസരിച്ച് നമ്മളുടെ ബിൽഡിങ്ങിൽ എക്സ്റ്റേണൽ ആയിട്ട് ഈ ലോഡ് ആക്ട് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് അത് എടുക്കേണ്ടി വരും. പിന്നെ ഉള്ളത് എർത്ത് ലോഡാണ്. എർത്ത് ലോഡ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലോഡാണ്, കറക്റ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതാണ്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അണ്ടർ ഡിസൈൻ ആവും, ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ഡിസൈൻ ആവും. അപ്പൊ നമുക്ക് എല്ലാത്തിനും കോഡൽ പ്രൊവിഷൻസ് ഉണ്ട്. ആ കോഡൽ പ്രൊവിഷൻസ് അനുസരിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കണം. ഇൻ കേസ് ഇത് കൂടാതെ സ്നോ ഉള്ള സ്ഥലത്താണെങ്കിൽ സ്നോ ലോഡ് കൺസിഡർ ചെയ്യേണ്ടി വരും. ഇൻ കേസ് ഇനി അത് കൂടാതെ നമുക്ക് ഇപ്പൊ ടെമ്പറേച്ചർ ലോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് റൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ റൈസ് ചെയ്യുമ്പോൾ മീൻ ടെമ്പറേച്ചറും ഹൈ ടെമ്പറേച്ചറും നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതൊരു കോൺട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ശ്രിങ്കേജോ എക്സ്പാൻഷനോ ഉണ്ടാവും. അതുമൂലം ഒരു സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ് മൂലം ഇന്റേണൽ ഫോഴ്സസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ ബിൽഡിംഗ് ചെയ്യാൻ നേരത്തെ ടെമ്പറേച്ചർ ലോഡും കൂടെ എടുത്ത് ഡിസൈൻ ചെയ്യണം. പിന്നെ വാട്ടർ ടാങ്ക്സിന്റെ ലോഡ് ഉണ്ടാവും. പിന്നെ ഹെലിപാഡ്സ് ഉണ്ടെങ്കിൽ ഹെലിപാഡ്സിന്റെ ലോഡ് കൺസിഡർ ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ ലോഡ്സും ആ ഒരു ബിൽഡിങ്ങിനകത്ത് പെർഫോമൻസിന് വേണ്ട പെർഫോമൻസ് അല്ലെങ്കിൽ ആക്സസിബിലിറ്റി അല്ലെങ്കിൽ ഫംഗ്ഷനാലിറ്റിക്കോ വേണ്ട ഏതൊക്കെ ലോഡ്സ് ഉണ്ട് ആ ലോഡ്സ് എല്ലാം സ്ട്രക്ചർ എഞ്ചിനീയർ കൺസിഡർ ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. ഇതെല്ലാം നമുക്കൊരു ഗൈഡ് ലൈൻ ആയിട്ട് എല്ലാ കൺട്രീസും ഓരോ കോഡ് ഉണ്ട്. ആ കോഡ് ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു സ്ട്രക്ചർ എഞ്ചിനീയർ എപ്പോഴും വർക്ക് ചെയ്യുക. ഇൻ കേസ് അതിനകത്ത് സ്പെസിഫൈ ചെയ്യാതെ ഏതെങ്കിലും ലോഡ്സ് ഉണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് ഇന്ന ലോഡ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് വേണം ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാനായിട്ട്. നമ്മുടെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഒരു ഹ്യൂമൻ കംഫർട്ട് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ ആയിട്ട് വരുന്നത്? ഹ്യൂമൻ കംഫർട്ട് വളരെ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്ത് കൊടുത്തു, ആ ബിൽഡിങ്ങിനകത്തൊരു
ഒരു ആള് നടക്കുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുവാണെങ്കിൽ അയാൾക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഇല്ല, ഇത് സേഫ് അല്ല എന്നുള്ള ഫീലിംഗ്, അത് ഒഴിവാക്കിയിട്ട് ചെയ്യുന്നത് വളരെ നിർബന്ധമാണ്. അതാണ് ഞാൻ സർവീസിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത്. സർവീസിബിലിറ്റി ക്രൈറ്റീരിയ ഇപ്പൊ ഒരു ടെക്നിക്കൽ ടൈമിൽ പറയുവാണെങ്കിൽ ഡിഫ്ലക്ഷൻ ഒരു ക്രൈറ്റീരിയ ആണ്, ഡ്രിഫ്റ്റ് ഒരു ക്രൈറ്റീരിയ ആണ്, ക്രീപ്പ്, അതായത് ഈ ലോഡിങ് മുതൽ ഒരു സ്ട്രക്ചറിൽ കുറെ ലോഡ് കണ്ടിന്യൂസ് ആയിട്ട് ആക്റ്റീവ് ആണെങ്കിൽ ഡിഫ്ലക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഹ്യൂമൻ കംഫർട്ട് കൺസിഡർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു സ്ട്രക്ചറൽ ഡിസൈനിൽ. അതായത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ ഒരു പ്രധാനപ്പെട്ട റോളാണ് ഈ സർവീസിബിലിറ്റി കൺസിഡർ ചെയ്യുക എന്നുള്ളത്. ആ സർവീസിബിലിറ്റിയുടെ ഒരു പാർട്ടാണ് ഈ ഹ്യൂമൻ കംഫർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഡിസൈനിലേക്ക് വരുമ്പോൾ ഫാറ്റീഗ് എന്തുകൊണ്ടാണ് ഒരു ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ ആയിട്ട് വരുന്നത്? നമ്മൾ കണ്ടിന്യൂസ് ലോഡിങ് വരുമ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ലോഡിങ് ആയിട്ട് വരുമ്പോൾ ആ സ്ട്രക്ചറിനകത്ത് ഫെയിലർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഫാറ്റീഗും ഒരു ഡിസൈൻ ക്രൈറ്റീരിയ ആണ്. മേജർലി നമ്മൾ ഫാറ്റീഗ് നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്തെ ആ ലോഡിങ്ങിന്റെ ഇന്റൻസിറ്റി കൂട്ടിയെടുത്തൊക്കെ ആയിരിക്കും നമ്മൾ ബേസിക്കലി ഡിസൈൻ ചെയ്യേണ്ടാവുക. സിൻസ് ആ ഒരു കണ്ടിന്യൂസ് ലോഡിങ് മൂലം ഉണ്ടാവുന്ന എഫക്റ്റുകളെ കൺസിഡർ ചെയ്യുന്നത് ഫാറ്റിക് അനുസരിച്ചാണ്, ഫാറ്റിക് അനാലിസിസ് അനുസരിച്ചാണ്. അത് വെച്ചിട്ട് അതായത് നമ്മൾ മെയിൻലി ഫാറ്റിക് അനാലിസിസ് ഒക്കെ ചെയ്യുന്നത് മെഷീൻ ഡിസൈനിലേക്ക് വരുമ്പോഴാണ് ഫാറ്റിക് അനാലിസിസ് മെയിൻ ആയിട്ട് എടുക്കുന്നത്. ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ എടുത്തിരിക്കേണ്ട ലൈസൻസസ് എന്തൊക്കെയാണ്? അങ്ങനെ പ്രത്യേകിച്ച് ലൈസൻസ് എടുക്കണമെന്നൊരു ക്രൈറ്റീരിയ ഇല്ല. നമ്മൾ എടുക്കുവാണെങ്കിൽ ഇന്ത്യയിൽ എടുക്കുവാണെങ്കിൽ സി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു ചാർട്ടേഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് മെമ്പർഷിപ്പുകളാണ് നമ്മൾ കൂടുതൽ എടുക്കുക. ഇന്റർനാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ ഐസ്ട്രക്കി തുടങ്ങിയ മെമ്പർഷിപ്പുകൾ ഉണ്ട്. അതെടുക്കുന്നത് സ്ട്രക്ചറൽ എഞ്ചിനീയറിന് ജോബ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ മിക്ക കമ്പനീസും ഒരു മെമ്പർഷിപ്പ് ചോദിക്കുന്നുണ്ട്, ഐസ്ട്രക്കിയുടെയൊക്കെ മെമ്പർഷിപ്പ് ചോദിക്കുന്നുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ബോഡി എടുത്ത് നിർബന്ധമൊന്നും പറയുന്നില്ല ഇന്ത്യയിൽ വർക്ക് ചെയ്യാനായിട്ട്. പക്ഷെ ഒരു സി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ ഉണ്ട്. അസോസിയേഷനിലെ മെമ്പർഷിപ്പ് പോലെയാണ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിന്റെ ലൈസൻസിങ് ആയിട്ട് വരുന്നത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചാണ്, നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ വർക്കിന്റെ ആ ഒരു ഈസിനെസ് ഒക്കെ വരണുണ്ടാവുക, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാബിലിറ്റി വരുന്നത് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചായിരിക്കും. നമ്മുടെ കൺട്രീന്റെ ഡിഫറെന്റ് റീജിയൻസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിന് ഉണ്ടാവുന്ന സ്പെസിഫിക് കൺസിഡറേഷൻസ് എന്തൊക്കെയാണ്? നമുക്കൊരു രാജ്യം, നമ്മളൊരു ഇന്ത്യയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് കൺസിഡർ ചെയ്യുന്ന നേരത്ത് അതിന്റെ ടോപ്പോഗ്രഫി അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മുടെ സദേൺ സൈറ്റ് എടുക്കുവാണെങ്കിൽ ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് സ്നോ വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മൾ നോർത്തേൺ റീജിയൻസ് ഒക്കെ എടുക്കാൻ നേരത്ത് അവിടെ സ്നോ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്തതും അവിടെ ഡിസൈൻ ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം വരാൻ നേരത്ത് ഈ സ്നോ ലോഡിങ് എടുക്കണം. അതുകൂടാതെ വിൻഡിന്റെ സ്പീഡിന് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ കോഡ് IS 1893 ഇന്ത്യൻ ബേസിന് ഇത് പറയുവാണെങ്കിൽ 1893 കോഡ് ഇന്ത്യയുടെ പല ഭാഗങ്ങളും സിസ്മിക് സോൺ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് എത്രത്തോളം എർത്ത്ക്വേക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് വേണം ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ലോഡ് എടുക്കാൻ നേരത്ത്. ഇനി നമ്മളൊരു വേറെ രാജ്യത്തേക്ക് പോകാൻ നേരത്ത് ആ ഒരു കൺട്രിയുടെ R&D, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അനുസരിച്ച് ആ ഓരോ രാജ്യങ്ങളും ഓരോ കോഡുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ബേസിക്കലി ആ കോഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഇന്ത്യയിൽ പറയുവാണെങ്കിൽ നമ്മുടെ 1893, IS 456, IS 800 തുടങ്ങിയ പല പല കോഡുകളും ഉണ്ട്. ഓക്കെ, നമ്മുടെ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിന് കിട്ടാവുന്ന ഒരു ബേസിക് സാലറി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഏതൊരു റേഞ്ചിലായിരിക്കും വരിക? നമുക്കൊരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്ത ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർക്ക് ഒരു 2 lakh CTC നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് അത് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് ഡെഫിനറ്റ്ലി നല്ലൊരു ഹൈ സ്കെയിലിലേക്ക് പോകുന്നതാണ്. ഓക്കെ, എങ്ങനെയാണ് ഈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് കരിയറിൽ എത്തിപ്പെട്ടത്? ആ ഒരു പ്രൊഫഷൻ എങ്ങനെയാണ് ചൂസ് ചെയ്തത്? ബേസിക്കലി നമ്മൾ 12th കഴിയുമ്പോൾ എൻട്രൻസ് എഴുതുന്നു. എൻട്രൻസ് എഴുതി കഴിയുമ്പോൾ അതിന് റാങ്കിനനുസരിച്ച് ഒരു എഞ്ചിനീയറിംഗിന് താല്പര്യമുള്ളവർ ഏത് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഏതാണ് വേണ്ടത് അതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യും. എന്നെ സംബന്ധിച്ച് എനിക്ക് ചെറുപ്പം മുതലേ ബിൽഡിംഗ് ഡിസൈനുകളൊക്കെ വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തു. അതിനുശേഷം സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിന്റെ തന്നെ പല ടൈപ്പ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, അങ്ങനെയാണ്. അപ്പൊ ബേസിക്കലി എന്റെ ഒരു പാഷൻ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോ സിവിൽ എഞ്ചിനീയറിംഗ് BTech ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയിരുന്നത് എനിക്ക് ഡിസൈൻ അനാലിസിസ് പാർട്ടിനകത്തായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷൻ ആയിട്ട് ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഈ ഒരു കരിയർ ജേർണിയിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോജക്ട്സിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്? ഞാൻ മെയിൻ ആയിട്ട് വർക്ക് ചെയ്തേക്കുന്നത് സ്ട്രക്ചേഴ്സിനകത്താണ്. സ്റ്റീൽ ബിൽഡിങ്ങുകളും RCC ബിൽഡിങ്ങുകളും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഫ്രം G+1 to G+15 വരെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റീലിനകത്തേക്ക് വരികയാണെങ്കിൽ വെയർ ഹൗസസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്.